ഹലോ മച്ചന്മാരെ, ഡ്രാക്കുള ആ ഒരു പേര് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലെ? എത്ര നശിപ്പിച്ചാലും നശിക്കാത്ത ഒരു ബ്രഹ്മരക്ഷസ് തന്നെയാണ് ഈ ഡ്രാക്കുള. ഇത്തവണ ഡ്രാക്കുള വന്നിട്ടുള്ളത് പാസ്ബർഗ് എന്ന ഒരു ഗ്രാമത്തിലേക്കാണ്, ഒരു പ്രത്യേക ലക്ഷ്യവുമായിട്ട്. എന്താണ് ആ ഗ്രാമത്തിൽ നിന്നും ഡ്രാക്കുളക്ക് വേണ്ടത്? ഒരുപാട് ട്വിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും അവസാനം വരെ ത്രില്ലടിച്ച് കേൾക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണിത്. അക്കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ സ്പാർട്ടാക്കസ് ഇടുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ സ്പാർട്ടാക്കസിന് മുന്നേ ആയിട്ട് മറ്റൊരു കഥ വരുന്നുണ്ട്. സ്പാർട്ടാക്കസിന്റെ വോയിസ് ചെയ്തതിൽ കുറച്ച് തെറ്റുകൾ പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു വർക്ക് ആദ്യം ചെയ്യുന്നത്. ഒരു പ്രത്യേകതരം വൈറസ് കാരണം ഭൂമിയിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ ഈ മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയി മാറിപ്പോവാണ്. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു കഥയായിരിക്കും അത്. അപ്പൊ നാളെ മുതൽ സീരീസിൽ ആ ഒരു കഥ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് തന്നെ വിചിത്രമായ ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകൾ അതിന്റെ തെരുവോരങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതൊരു രാത്രിയായിരുന്നു. ആ തെരുവുകളിലൊന്നും ഒരു മനുഷ്യരെ പോലും കാണാനില്ല. കാരണം എല്ലാവരും നേരത്തെ തന്നെ വീട്ടിൽ കയറി വാതിലടച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഗ്രാമത്തിലെ ഒരു വീട് കാണിക്കാണ്. അവിടെ ഒരു അമ്മയും മകളുണ്ട്. അമ്മ മകളുടെ പറയുന്നുണ്ട്, മോളെ പെട്ടെന്ന് തന്നെ ജനലും വാതിലും അടച്ച് കിടന്നുറങ്ങിക്കോ. ശരി അമ്മേ, ഞാൻ അടച്ചോളാം എന്ന് ആ ഒരു പെൺകുട്ടിയും പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ നമുക്ക് തൽക്കാലം ടീന എന്ന് വിളിക്കാം. അമ്മ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ഒരു ഗൗൺ എടുത്ത് ദേഹത്തിടുകയാണ്. പിന്നീട് ഒരു കൊന്തയും കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ചുമരിലൊക്കെ വെളുത്തുള്ളി കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നീട് ആ പെൺകുട്ടി ടീന ആരും അറിയാതെ തന്നെ ആ ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ ഓരോ വീടുകൾക്കിടയിലൂടെയും നടന്നകലുകയാണ്. എന്തോ ഒരു ലക്ഷ്യം അവൾക്കുണ്ട്. അവളെ നടന്നു പോകുന്നത് ഇപ്പൊ ഒരു കാട്ടിലൂടെയാണ്. ആ ശബ്ദം അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കേൾക്കുകയാണ്. അയാൾ നമുക്ക് തൽക്കാലം സോറൻ എന്ന് വിളിക്കാം. അയാൾ എപ്പോ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു മൃഗത്തിന്റെ വയറ് കയറി അതിന്റെ ഉള്ളിൽ നിന്നും ഇറച്ചിയും ചോരയെല്ലാം ഊറ്റിയെടുക്കുകയായിരുന്നു. അയാളിപ്പോ നോക്കുമ്പോ കാട്ടിലൂടെ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അവളിപ്പോ നേരെ ചെന്നിട്ടുള്ളത് കാട്ടിലുണ്ടായിരുന്ന ഒരു ആലയിലേക്കാണ്. ആ ആലയിൽ ടീനയെ കാത്തുകൊണ്ട് തന്നെ അവളുടെ കാമുകനായിട്ടുള്ള മിലോസ് ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ സ്വകാര്യ നിമിഷത്തിലേക്ക് പോവാണ്. ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ സോറൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആലയുടെ പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് പ്രകൃതിയുടെ മട്ടും ഭാവമൊക്കെ വല്ലാത്തൊരു രീതിയിൽ മാറുന്നുണ്ടായിരുന്നു. ഇപ്പൊ മിലോസിന്റെ അടുത്ത് ടീന ചോദിക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വീട് വരെ കൊണ്ടാക്കി തരാൻ പറ്റുമോ? മിലോസ് പറയാണ്, എനിക്ക് ഭാര്യയുണ്ട്, ഞാനൊരു പെണ്ണ് കിട്ടിയവനാണ്, നാട്ടുകാർ കണ്ട ആകെ പ്രശ്നമാവും, നീ തൽക്കാലം ഞാൻ തന്ന മാല ഉണ്ടല്ലോ അതും വെച്ചങ്ങ് പോയിക്കോ, നിന്റെ ഒരു മാല എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തന്നെ അത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കാണ് ടീന. ഇപ്പോ പിന്നീട് അവള് ഒറ്റക്ക് തന്നെ ആ ഒരു കൊന്തയില്ലാതെ തന്നെ ആ കാട്ടിലൂടെ നടന്നകലുകയാണ്. പെട്ടെന്ന് തന്നെ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവളുടെ പിന്നിലൂടെ ആരോ വരുന്നുണ്ടെന്ന്. കാട്ടിൽ കണ്ട ചെറിയൊരു കുടിലിന്റെ അടുത്തേക്ക് അവളിപ്പോ ഓടി പോവാണ്. അവിടെ ഇപ്പോ മൊട്ടയടിച്ചിട്ടുള്ള ഒരാളുണ്ട്. തൽക്കാലം നമുക്കളെ മൊട്ടാന്ന് വിളിക്കാം. അയാളെ നോക്കിയിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീന അങ്ങോട്ടേക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെ മരത്തിന്റെ മുകളിലൂടെ വന്ന ഒരു വലിയ വവ്വാലി ഇവളുടെ ദേഹത്തേക്ക് വീഴാണ്. ടീന അവിടെ വീണു പോയിട്ടുണ്ട്. ആ വവ്വാലിന് ഇപ്പോ കാലും കൈയൊക്കെ വരികയാണ്. അതൊരു മനുഷ്യനായി മാറുകയാണ്. അതിന്റെ പല്ലുകളൊക്കെ നീണ്ടു വരികയാണ്. അത് മറ്റാരുമല്ല, ഡ്രാക്കുള പ്രഭു തന്നെയാണ്. അതിപ്പോ ടീനയുടെ കഴുത്തിലേക്ക് കടിച്ച് അവളുടെ രക്തം ഊറ്റി ഊറ്റി കുടിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ആ കുടിലിൽ നിൽക്കുന്ന മൊട്ടയുണ്ടല്ലോ അവനൊന്ന് ചിരിക്കുകയാണ്. കാരണം അയാൾ ഈ ഡ്രാക്കുളയുടെ സഹായിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടേക്ക് ഇപ്പോൾ ഒരാൾ വന്നിറങ്ങിയിട്ടുണ്ട്. അവന്റെ പേരാണ് ജൊനാഥൻ. ജൊനാഥൻ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിര കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോവാണ്. എനിക്കൊരു കുതിരയെ വേണമെന്ന് പറഞ്ഞു. പാസ്ബർഗ് എന്നൊരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുതിരക്കാരൻ പറയുകയാണ്, എനിക്ക് കുതിരയെ തരുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ ഒരു ഗ്രാമം അത്ര പന്തിയുള്ള സ്ഥലമല്ല. ആ ഒരു ഗ്രാമത്തെ കുറിച്ച് ഒരുപാട് കിംവദന്തികൾ പരക്കുന്നുണ്ട്, നിങ്ങളൊന്ന് സൂക്ഷിച്ചു പോയാൽ മതി കേട്ടോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ജൊനാഥൻ ഒരു കുതിരയുമായിട്ട് നേരെ പാസ്ബർഗിലേക്ക് പോവാണ്. ഒരു കാട്ടിലൂടെ വേണം അങ്ങോട്ടേക്ക് പോവാൻ. പോകുന്ന വഴിക്ക് ഒരുപാട് വേട്ടപ്പട്ടികൾ അവന് പിന്തുടരുന്നതായിട്ട് അവന് തോന്നുകയാണ്. ആ ഒരു ഗ്രാമത്തിന് ഏകദേശം അടുത്തെത്താനായ സമയത്ത് അവൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് ആ പട്ടികളൊന്നും അവന്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. അവൻ വിചാരിച്ചു അതൊക്കെ ഒരു തോന്നലായിരിക്കുമെന്ന്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ പാസ്ബർഗിലെ ഒരു സത്രത്തിനടുത്തേക്ക് ജൊനാഥൻ പോവുകയാണ്. അവിടെയുള്ള ആൾക്ക് ചോദിക്കുകയാണ്, എനിക്ക് ഭക്ഷണവും മുറിയും ആവശ്യമുണ്ട്, നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾക്ക് ഭക്ഷണവും മുറിയും എല്ലാം തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്ത് ആ സത്രത്തിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ജൊനാഥൻ ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള ആളാണ്. മാത്രമല്ല ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എന്തോ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ്. എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് രാത്രി അവർക്ക് ചെയ്യാനുണ്ട്. അവർ ഈ സംസാരിക്കുന്നതൊക്കെ ഞാൻ കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ആ ഒരു മൃഗത്തിന്റെ വയറ് കീറി ചോരെടുത്ത മനുഷ്യനില്ലേ സോറൻ, അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ജൊനാഥന് സത്രക്കാരൻ ഭക്ഷണമൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ജൊനാഥൻ മുറിയിലേക്ക് പോവുകയാണ്. അന്നേ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ജൊനാഥൻ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയാണ്. കാരണം ആ ഒരു ശീലം ജൊനാഥൻ ഉണ്ടായിരുന്നു. അവൻ ഇങ്ങനെയായിരുന്നു ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ പാസ്ബർഗിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷെ ഈ ഗ്രാമം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ മനുഷ്യരുടെ സ്വഭാവമെല്ലാം വളരെ വിചിത്രമാണ്. ഇതേ സമയം തന്നെ രാത്രി മറ്റൊരു സ്ഥലത്ത്
കാണിക്കാണ് അതൊരു ശ്മശാനമായിരുന്നു. അവിടെ ഇപ്പൊ നേരത്തെ കണ്ട ആ ഒരു നാട്ടുകാരില്ല, കൂട്ടത്തിൽ മിലോസും ഉണ്ട് കേട്ടോ, ടീനയുടെ കാമുകൻ. ഇപ്പൊ ഇവര് വന്നിട്ടുള്ളത് ആ ഒരു സെമിത്തേരിയിലെ ടീനയുടെ ശവക്കലറ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരത് തുറന്നു. ടീനയുടെ ആ ഒരു മൃതദേഹം അവര് നോക്കുകയാണ്. മിലോസ് ഇപ്പോ ടീനയുടെ കഴുത്തിലെ ആ പാടുകൾ കാണിച്ചു കൊടുക്കുകയാണ് ഗ്രാമത്തിലുള്ള മറ്റാളുകൾക്ക്. ഈ പാടുകൾ നിങ്ങൾ കണ്ടോ, ഇത് അത് തന്നെയാണ് എന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവര് പിന്നിൽ നിന്നും ആരും ആക്രമിക്കുകയാണ്. ഇവര് നോക്കുമ്പോൾ പ്രാന്തനായിട്ടുള്ള സോറനായിരുന്നു. അവൻ വന്നിട്ടിപ്പോ മിലോസിന്റെ തലക്കടിച്ച് തന്നെ കൊന്നു കളയുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള നാട്ടുകാർ എങ്ങനെയൊക്കെയോ അവനെ പിടിച്ചങ്ങ് കെട്ടി. പിന്നീട് ആ നാട്ടുകാര് ആ മൃതദേഹം കിടന്ന ശവപ്പെട്ടിയിലേക്ക് നോക്കുമ്പോൾ അതിൽ ടീനയുടെ മൃതദേഹം ഇല്ലായിരുന്നു. അവരെല്ലാം ആകെ അമ്പരന്ന് പോയിട്ടുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആരോ അയാളുടെ സ്വന്തം കൈ മുറിക്കുന്നതാണ്. ആ മുറിവിൽ നിന്ന് വരുന്ന രക്തം ഒരാളിങ്ങനെ കുടിക്കുകയാണ്. അത് മറ്റാരുമല്ല, ടീനയായിരുന്നു. അവളിപ്പോ ഒരു ബ്രഹ്മരക്ഷസായിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഓരോന്നും വൈകാതെ തന്നെ മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ജൊനാഥൻ ഇപ്പോ ആ ഒരു സത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവനിപ്പോ പോകേണ്ടത് മേയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ്. അവിടെ അവന്റെ ഭാര്യയായിട്ടുള്ള മീനയുടെ കൂട്ടുകാരിയുണ്ട്, ലൂസി. ഈ മേയറുടെ മകളാണ് ലൂസി. അപ്പൊ ലൂസിയെ കാണാൻ വേണ്ടിയിട്ടാണ് ജൊനാഥൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ നാട്ടിൽ വലിയ ബന്ധങ്ങളൊന്നും ജൊനാഥൻ ഇല്ല. അങ്ങനെ ഇപ്പൊ മേയറുടെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ലൂസി അവിടെ വെച്ചപ്പോ ജൊനാഥൻ കാണുകയാണ്. ലൂസിക്ക് ഒരുപാട് സന്തോഷമാകാണ്, കാരണം അവളുടെ ഉറ്റ ചങ്ങാതിയുടെ ഭർത്താവാണല്ലോ. അവനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ സമയത്ത് ആ വീടിന്റെ ചുമരിലായിട്ട് ഈ ജൊനാഥന്റെയും അതുപോലെ തന്നെ മീനയുടെയും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ് എന്നൊക്കെ ഇപ്പൊ ലൂസി ജൊനാഥന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൂസിയുടെ അച്ഛനായിട്ടുള്ള മേയർ അങ്ങോട്ടേക്ക് വരികയാണ്. മേയറിനും ഇപ്പൊ ജൊനാഥനെ കാണുമ്പോൾ സന്തോഷമാകുകയാണ്, കാരണം മീനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീനയുടെ ഭർത്താവിനും അതുപോലെ തന്നെ ഇഷ്ടാവുമല്ലോ. അപ്പോ എന്താണ് പാസ്ബർഗിലേക്കുള്ള ആ ഒരു വരവിന്റെ കാരണം എന്നപ്പോ ജൊനാഥന്റെ അടുത്ത് മേയർ ചോദിക്കുകയാണ്. ഈ സമയത്ത് ആ കോട്ടയിലേക്ക് എനിക്കൊന്ന് പോകണം, അവിടെ ചെറിയൊരു ജോലി ഉണ്ടെന്ന് ജൊനാഥൻ പറയുന്ന സമയത്ത് മേയറുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറുകയാണ്. പിന്നീട് ഇവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ ജൊനാഥൻ നേരെ ആ ഒരു കോട്ടയിലേക്ക് പോവാണ്. എന്താണ് ആ കോട്ട എന്നറിയാതെയാണ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. പോകുന്ന വഴിക്ക് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഓരോ കാഴ്ചകളും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാരണം അങ്ങനെയുള്ള കാഴ്ചകളായിരുന്നു, നിലവിളികളായിരുന്നു എല്ലാം. ഇപ്പൊ കുറച്ചു ദൂരം നടന്നതുകൊണ്ട് തന്നെ ഒന്ന് വിശ്രമിക്കാനായിട്ട് ഒരു ചുമരിന്റെ അടുത്തേക്ക് പോയി നിൽക്കാണ് ജൊനാഥൻ. അതൊരു ജയിലായിരുന്നു. അതിന്റെ ജനാലക്ക് തന്നെ ഇന്നലെ കണ്ട ആ ഒരു സോറനല്ലേ ഭ്രാന്തൻ, അവനെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അവനിപ്പോ വന്നിട്ട് ജൊനാഥന്റെ കഴുത്തിലേക്ക് ഇറുക്കി പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വന്നിട്ട് പോലീസുകാർ അവനെ പിടിച്ചു മാറ്റുകയാണ്. ജൊനാഥൻ കിട്ടിയ അവസരത്തിന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇതേ സമയം പോലീസുകാരും ആ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് സോറനെ പിടിച്ചു കെട്ടി തലയിലൊരു ഇരുമ്പിന്റെ കവചമെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതേ സമയം ജൊനാഥൻ നേരെ പോയത് ആ ഒരു കോട്ടയിലേക്കായിരുന്നു. കാരണം ഈ ഗ്രാമത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ആ ഒരു കോട്ടയിലേക്ക് പോകലാണ്, അവിടെ എന്തൊക്കെയോ ജോലി ചെയ്ത് തീർക്കലാണ്. ആ കോട്ടയുടെ പടിവാതിൽക്കലായിട്ട് കാവൽക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടയുടെ ഉള്ളിലേക്ക് ജൊനാഥൻ കയറുകയാണ്. അതിന്റെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഡൈനിങ് ടേബിളിൽ ഒരുപാട് നല്ല ഭക്ഷണങ്ങളും മെഴുകുതിരികളും എല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവനിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കഥയുടെ ആരംഭത്തിൽ തന്നെ മരിച്ചു പോയിട്ടുള്ള ടീനയാണ്. ടീന നല്ല ആദിത്യ മര്യാദയോടുകൂടി തന്നെ അവന്റെ അടുത്ത് പെരുമാറുകയാണ്. ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ, അവിടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. ജൊനാഥൻ പതിയപ്പോ അവിടെയുള്ള കസാരയിൽ ഇരിക്കുകയാണ്. അവന്റെ പിന്നിലേക്കായിട്ട് ടീന വന്ന് നിൽക്കുകയാണ്. അവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികെടുപ്പ് ജൊനാഥന് തോന്നി. കാരണം അവൾ നോക്കിയിരുന്നത് ജൊനാഥന്റെ കഴുത്തിലേക്കായിരുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് വളരെ കണ്ടാൽ തന്നെ മാന്യനാണെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി വരികയാണ്. എന്നിട്ട് ഇപ്പൊ ടീനയോട് അവിടുന്ന് പോകാൻ പറയുകയാണ്. ജൊനാഥന്റെ അടുത്ത് അയാൾ ഇപ്പൊ ക്ഷമ ചോദിക്കുകയാണ്. അവള് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്നപ്പോ അയാൾ പറഞ്ഞു. ജൊനാഥനും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ അതൊന്നും സാരമില്ല എന്ന് മറുപടി പറയുകയാണ്. പിന്നെ ആ മനുഷ്യൻ ജൊനാഥനോട് പരിചയപ്പെടുകയാണ്. ഞാനാണ് ഡ്രാക്കുള പ്രഭു, നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഞാൻ തന്നെയാണ്, നിങ്ങൾക്കൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ പുറത്തു നിന്നും ഒരുപാട് ചെന്നായ്ക്കളുടെ ആ ഒരു കൂക്കൽ ഇങ്ങനെ കേൾക്കുകയാണ്. ഈ സമയത്ത് ഡ്രാക്കുള പ്രഭു പറയുകയാണ്, അവറ്റകളുടെ ആ ഒരു കരച്ചിൽ കേൾക്കാൻ എന്തൊരു രസമാണല്ലേ, അവയുടെ കരച്ചിലില്ലെങ്കിൽ ഈ രാത്രിക്ക് ഒരു സുഖവും ഉണ്ടാവില്ല. ഇപ്പൊ ജൊനാഥന് ആ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. ഇപ്പൊ നേരെ ഈ ഡ്രാക്കുള പ്രഭു ജൊനാഥനെയും കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ലൈബ്രറിയിലേക്ക് പോവാണ്. അവിടെയാണ് ജൊനാഥന് എന്തൊക്കെയാ ചെയ്യാനുള്ളത്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഡ്രാക്കുള പ്രഭു ഇപ്പൊ അവിടുന്ന് പോവാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ജൊനാഥൻ എന്നത്തെയും പോലെ അന്നേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുകയാണ്. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടു, ഡ്രാക്കുള പ്രഭു. ഞാൻ വിചാരിച്ചത് നല്ല പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ്, പക്ഷെ അയാൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് ജൊനാഥന്റെ വാതില് ആരോ മുട്ടുന്നത്. കയറി വരാൻ വേണ്ടി ജൊനാഥൻ പറയുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വന്നത് ടീനയായിരുന്നു. വല്ലാത്തൊരു വശ്യമായ നടത്തവും നോട്ടവും ഇപ്പൊ ജൊനാഥന് ചെറുതായിട്ടൊന്ന് മനസ്സ് പതറുകയാണ്. അവളിപ്പോ ജൊനാഥന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ടേബിളിൽ ഒരു ഫോട്ടോ കാണുകയാണ്, ജൊനാഥന്റെയും മീനയുടേതും. ആരാണെന്ന് ചോദിച്ചപ്പോ എന്റെ ഭാര്യയാണെന്ന് ജൊനാഥൻ പറഞ്ഞു. മനഃപൂർവ്വം തന്നെ ടീന ആ ഒരു ഫോട്ടോ താഴെ കിടുകയാണ്. അതിന്റെ ഫ്രെയിം പൊട്ടി ചില്ലുകളൊക്കെ നിലത്തിങ്ങനെ വീണ് എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജൊനാഥൻ അത് പെറുക്കിയെടുക്കുമ്പോൾ അവന്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടാകാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ജൊനാഥന്റെ കൈകളിലേക്ക് ടീന കയറി പിടിക്കുകയാണ്. എവിടെ മുറിയൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുറിഞ്ഞ ഭാഗമുണ്ടല്ലോ അവിടേക്ക് അവളുടെ ചുണ്ടുകൾ ചേർത്ത് വെക്കുകയാണ്. അവിടെയുള്ള രക്തം ഇങ്ങനെ ഊറ്റി കുടിക്കുകയാണ്. പെട്ടെന്ന് ജൊനാഥൻ അവളെ തള്ളി മാറ്റി. ചെറിയൊരു ദേഷ്യത്തോടു കൂടി തന്നെ പെട്ടെന്ന് തന്നെ ടീന അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ജൊനാഥൻ വിളിച്ചെങ്കിലും അവൾ നിൽക്കാൻ തയ്യാറായില്ല. ജൊനാഥന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അന്നേ ദിവസം രാത്രി അവന് ഉറങ്ങിയില്ല കേട്ടോ. നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. അവിടെ കണ്ട ഒരു
പഴയ ബുക്ക് എടുത്ത് അവൻ വായിക്കുകയാണ്. അതിലൂടെ ഡ്രാക്കുള ആരാണെന്നുള്ള രഹസ്യം അവന് മനസ്സിലായി. ട്രാൻസിൽവാനിയ എന്ന രാജ്യത്തിൽ നിന്നും എന്തൊരു കാരണത്താൽ അവിടെ നിന്നും ഓടിപ്പോകേണ്ടി വന്ന ഒരു പ്രഭു. ആ ഒരു ബുക്ക് വായിച്ചതിലൂടെ മറ്റൊരു കാര്യം കൂടെ ജൊനാഥന് മനസ്സിലാവുകയാണ്. അതായത് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരിക്കുന്നു. അവനാകെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ആ ഒരു ചരിത്രവും കഥകളൊക്കെ വായിക്കുന്നത്. അപ്പൊ ആ ഒരു മുറിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പൊ തീ കായാനായിട്ട് അടുപ്പിന്റെ അടുത്തേക്ക് പോയപ്പോൾ ജൊനാഥൻ ഒരു കാഴ്ച കാണുകയാണ്. അതായത് അവന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതിങ്ങനെ കത്തി കരിഞ്ഞു കിടക്കുന്നു ആ തീക്കുണ്ടത്തിൽ. ആരാണ് ഇത് ചെയ്തത് എന്നിങ്ങനെ അവനെ ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടീന കടന്നു വരികയാണ്. അവൾ അവളുടെ വസ്ത്രം ഊരിക്കളയുകയാണ്. പതിയെ ജൊനാഥന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അവളുടെ വശീകരണത്തിൽ ജൊനാഥൻ വീണുപോയി. അവനിങ്ങനെ ആ ഒരു ലഹരിയിൽ നിൽക്കുമ്പോൾ അവന്റെ കഴുത്തിലേക്ക് പതിയെ കടിക്കാൻ നിൽക്കുകയാണ് ടീന. പൊടുന്നനെയാണ് അങ്ങോട്ടേക്ക് ഡ്രാക്കുള പ്രഭു ഓടി വരുന്നത്. ടീനയെ തട്ടി മാറ്റുകയാണ്. ഇവൻ എനിക്കുള്ളതാണ് എന്നിപ്പോ അലറുകയാണ് ഡ്രാക്കുള. പെട്ടെന്ന് തന്നെ ജൊനാഥന്റെ കഴുത്തിലേക്ക് അവന്റെ ആ നീണ്ട പല്ലുകൾ കുത്തിയിറക്കുകയാണ് ഡ്രാക്കുള. അവന്റെ രക്തത്തെ കുടിക്കുകയാണ്. ഇതായിരുന്നു അപ്പൊ ഡ്രാക്കുളയുടെ പദ്ധതി. അല്ല കേട്ടോ, ഇതല്ല അവന്റെ പദ്ധതി. അവന്റെ ലക്ഷ്യം മറ്റൊരാളാണ്. ജൊനാഥനിലൂടെ മറ്റൊരാളെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ജൊനാഥൻ കണ്ണു തുറന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു അവന്റെ ശരീരത്തിന് അപ്പോഴുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയോ അവൻ ആ ഒരു കട്ടിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. കോട്ടയുടെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിലും മര്യാദക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. ഇതേ സമയം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ജയിലിലാണ്. ആ ജയിലിൽ ആരെയാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? സോറനെ. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഡ്രാക്കുള പ്രഭു വരികയാണ് ആ ഒരു ജയിലിലേക്ക്. പക്ഷെ ഡ്രാക്കുള പ്രഭുയെ ഈ സോറൻ അല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ സോറൻ പറയുകയാണ്, പ്രഭുവേ പ്രഭുവേ എന്നെ ഉപദ്രവിക്കില്ല, അങ്ങ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് ചെയ്യാം. ഇപ്പൊ അവന്റെ ദേഹത്തെ ആ കെട്ടുകൾ മുഴുവൻ ഡ്രാക്കുള അവന്റെ ആ ഒരു ശക്തി ഉപയോഗിച്ച് അഴിച്ചു കളയുകയാണ് കേട്ടോ. ആ ഒരു ജയിലിൽ നിന്നും പതിയെ ഇപ്പൊ സോറൻ പുറത്തേക്ക് പോവുകയാണ്. ആരും ഈ ഒരു കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു. ഇതേ സമയം തന്നെ ഡ്രാക്കുളയുടെ കോട്ടയുടെ ഉള്ളിൽ നിന്നും ജൊനാഥൻ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ കവാടത്തിൽ തന്നെ അവൻ നോക്കുമ്പോൾ ഒരു ചെന്നായി ഇങ്ങനെ നിൽക്കുകയാണ്. അത് അവന്റെ ദേഹത്തേക്ക് ചാടി വീണു. അവന്റെ ശരീരമാകെ അത് കടിച്ചു വലിക്കുകയാണ്. അതൊരു മനുഷ്യരൂപത്തിലേക്ക് വരികയാണ്. മറ്റാരുമല്ല, അത് ഡ്രാക്കുള തന്നെയാണ്. ആ കോട്ടയിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലേ? ഇനി നമ്മൾ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് ഇപ്പോൾ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിറങ്ങുകയാണ്. അതാണ് മീന, ജൊനാഥന്റെ ഭാര്യ. മീനയെ കൂട്ടാനായിട്ട് തന്നെ അവരുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ലൂസി ഒരു കുതിരവണ്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിലൂടെ അങ്ങനെ പോവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതല്ലേ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും ഹാപ്പിയാണ്. മനസ്സുകൊണ്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നവരാണ് ഈ രണ്ടുപേരും, മീനയും ലൂസിയും. പിന്നീട് അവർ രണ്ടുപേരും പാസ്ബർഗ് എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അവർ ആ കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങാൻ സമയത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുന്നുണ്ട്. അതൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ലൂസി ഇപ്പൊ മീനയും കൂട്ടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ ഈ പെൺകുട്ടി കരയുന്നതൊക്കെ മറ്റൊരാള് നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മൊട്ടയായിരുന്നു അത്. മീനെ ഇപ്പൊ ലൂസിയുടെ വീടിന്റെ ഉള്ളിലേക്ക് എത്തിയല്ലോ. അവരെ സ്വീകരിക്കാനായിട്ട് തന്നെ ലൂസിയുടെ അച്ഛനായിട്ടുള്ള മേയർ ഉണ്ടായിരുന്നു. മീനെ കണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല സന്തോഷമാകാണ്. ഈ സമയത്ത് മീനെ ചോദിക്കുന്നുണ്ട്, ഏതാണ് ആ സ്ത്രീ, എന്തിനാണ് വല്ലാത്ത രീതിയിൽ അവരിങ്ങനെ കരയുന്നത്? ഇപ്പൊ മേയർ പറയുകയാണ്, അത് ജെർമിള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മകളെ ഇന്നലെ കാട്ടിൽ വെച്ച് കുറച്ച് ചെന്നായ്ക്കൾ കടിച്ചു മുറിച്ച് തിന്നു കളഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മേയർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട സമയത്ത് മീന വല്ലാതെ അസ്വസ്ഥയാണ് കേട്ടോ. കാരണം ശുദ്ധ മനസ്സാണ് അവൾക്ക്. പിന്നീട് അവളുടെ മുറിയിലേക്ക് മീന പോവുകയാണ്. ഇതേ സമയം തന്നെ നിലത്തുണ്ടായിരുന്ന 3 കൂറകൾ, കോക്രോച്ച്, അത് ഈ മീനെ പിന്തുടർന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ശവപ്പെട്ടിയാണ്. അതിന്റെ അടുത്തേക്ക് ആ സോറൻ വരികയാണ്. അവനിപ്പോ തുറക്കുമ്പോൾ അതിൽ നിദ്രയിലായി കിടക്കുകയാണ് ടീന. ഇപ്പോ സോറൻ വിളിച്ചു നിർത്തുകയാണ്, എന്റെ മാലാകെ ഇതാ എന്റെ രക്തം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ മുറിച്ചു കൊടുക്കുകയാണ് ടീനയ്ക്ക്. ഇപ്പോ കുറച്ച് സമയമായി രക്തമൊക്കെ കുടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ടീന എന്താ പറയാ, ജ്യൂസ് കുടിക്കുന്നത് പോലെ അതിങ്ങനെ വലിച്ചു കുടിക്കുകയാണ്. സന്തോഷത്തോടു കൂടി തന്നെ ഒരു പ്രത്യേക ലഹരിയിൽ സോറൻ ആ ഒരു രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ പാസ്ബർഗിലെ കുതിരകളുടെ ഒരു ആല കാണിക്കുകയാണ്. ആ കുതിരകളൊക്കെ നോക്കുന്നത് നേരത്തെ കരഞ്ഞു പോയ ആ പെൺകുട്ടിയില്ലേ ജെർമിള, അവളെയാണ് കാണിക്കുന്നത്. അവളിപ്പോ ആ കുതിരകൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്ത് അവളുടെ പിന്നിലൂടെ ഒരാൾ വന്നിട്ട് അവളെ കോടാലി കൊണ്ട് വെട്ടി കൊന്നുകളയുകയാണ്. ദയനീയമായിട്ട് തന്നെ ഉറക്കനെ ജെർമിള അലറുന്നുണ്ടെങ്കിലും മരണപ്പെട്ടു പോവാണ് അവളിപ്പോ. കുത്തിയത് മറ്റാരുമല്ല, ആ ഒരു മൊട്ട തന്നെയായിരുന്നു. ആ ഒരു മൃതദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെ മൊട്ട പറയുകയാണ്, എല്ലാ സത്യവും നീ വിളിച്ചു പറയും അല്ലടി. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂസിയുടെ മുറിയിലാണ്. അതായത് മീനയുടെ കൂട്ടുകാരി. അവളിപ്പോ ജനലിന്റെ അരികിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് അതിലേക്ക് കത്തും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മൊട്ടയുണ്ടല്ലോ അവനായിരുന്നു. അവന്റെ അടുത്ത് ഒരു കത്ത് കൊടുക്കുകയാണ് മീനെ. ഇപ്പോ കത്ത് കൊടുത്തിട്ട് അവള് പോകുന്ന സമയത്ത് മീനയെ വല്ലാത്ത രീതിയിൽ തന്നെ ജൊനാഥൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളിപ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തി, മേയറുടെ വീട്ടിലേക്ക് കേട്ടോ. ഈ സമയത്ത് കട്ടിൽ കിടക്കുന്ന മകളായിട്ടുള്ള ലൂസിയെ നോക്കി മേയർ എന്തോ ഒരു തർക്കത്തിലാണ്. അതായത് അവളുടെ കഴുത്ത് എനിക്കൊന്ന് കാണണം എന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നത്. പക്ഷെ കഴുത്ത് കാണിച്ചു കൊടുക്കാൻ ലൂസി തയ്യാറുമല്ല. പിന്നെ മേയറുടെ നിർബന്ധ പ്രകാരം ലൂസി അവരുടെ കഴുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കഴുത്ത് കണ്ടപ്പോഴാണ് മേയർക്ക് സമാധാനമായത്. പിന്നീട് മേയർ അവിടുന്ന് പോവാണ് കേട്ടോ. കാരണം മേയർക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഡ്രാക്കുള കടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ 2 പാട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്തായാലും ഭാഗ്യമുണ്ട് തന്റെ മകളെ ഡ്രാക്കുള കടിച്ചിട്ടില്ല. ഇവൾക്ക് എന്തായാലും അസുഖം തന്നെ ആയിരിക്കണം. ഈ സമയത്താണല്ലോ അങ്ങോട്ടേക്ക് മീനെ എത്തുന്നത്. ലൂസി ഇപ്പൊ മീനെ നോക്കിയിട്ട് പറയാണ്, നീ വിഷമിക്കണ്ട, വൈകാതെ തന്നെ ജൊനാഥൻ നിന്റെ അടുത്തേക്ക് വരും. ഇപ്പൊ മേയറുടെ
വീടിന്റെ ആ ഒരു പടിവാതിൽക്കാൻ തന്നെ നിൽക്കുകയാണ് മീന, അവളുടെ ജനാദനെ കാത്തുകൊണ്ട് തന്നെ. ഈ സമയത്ത് മേയർ വന്ന് പറയുകയാണ്, ഒരുപാട് വൈകിട്ടുണ്ട്, ഞാൻ ഈ വാതിലൊന്ന് അടച്ചോട്ടെ. അങ്ങനെ ഇപ്പൊ മേയർ ആ ഒരു വാതിലടക്കാണ്. ഇതേ സമയം തന്നെ ഡ്രാക്കുള പ്രഭു അവന്റെ കോട്ടയിൽ ആരെയോ കാത്തിരിക്കുകയാണ്. ഒരു വിഷമത്തോട് കൂടി തന്നെ എങ്ങോട്ടേക്കോ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അർദ്ധരാത്രിയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മീന നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് അവളൊരു സ്വപ്നം കാണുന്നത്. കാടിന്റെ നടുവിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കുറെ ചെന്നായികൾ കടിച്ചു കീറി കൊല്ലുന്ന ഒരു കാഴ്ച. അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുകയാണ്. അപ്പോഴാണ് ജനൽ തുറന്നു കിടക്കുന്നതായിട്ട് അവൾ കാണുന്നത്. പതിയെ ചെന്ന് അത് അടച്ചു. തിരിച്ചു വന്ന സമയത്ത് അവളുടെ ആ ഒരു മുറിയിലായിട്ട് ചളിയുടെ കാൽപ്പാടുകൾ ഒരുപാട് അവൾ കാണുകയാണ്. അവൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംഭവിച്ചത്, ആരായിരിക്കും ഈ അർദ്ധരാത്രിയിൽ ഇവിടെ വന്നു പോയിട്ടുണ്ടാകുക. അവളാകെ കൺഫ്യൂഷൻ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ ലൂസിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അവളുടെ ദേഹം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മീന. ഇപ്പോ ആ സമയത്ത് ലൂസിയുടെ തൊടഭാഗത്തായിട്ട് 2 പാടുകൾ കാണുകയാണ്. ഇപ്പൊ മീന ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലൂസി പറയാണ്, അതെന്തെങ്കിലും ജീവികൾ കടിച്ചതായിരിക്കും, നീ അത് നോക്കണ്ട. ഇപ്പൊ മീനയും അത് വലിയ കാര്യമാക്കി എടുത്തില്ല. എന്നിട്ട് ഇപ്പൊ ലൂസിയുടെ അടുത്ത് പറയാണ്, എന്തായാലും ഇന്നേ ദിവസം നിന്റെ അസുഖം കുറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നേരെ കോട്ടയിലേക്ക് പോവാണ് ജൊനാഥനെ കാണാനായിട്ട്. അങ്ങനെ ഇപ്പൊ ഒരു കുതിരയുമായിട്ട് നമ്മുടെ മീന നേരെ ആ ഒരു കോട്ടയിലേക്ക് പോവാണ്. ഒരു ചെറിയ കാട്ടിലൂടെ വേണം പോവാനായിട്ട്. പോകുന്ന വഴിയിൽ കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരുപാട് വേട്ടപ്പട്ടികൾ അവളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുതിര വല്ലാതെ വിരളി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്ത് നിന്നും അവള് താഴേക്ക് വീണു. അപ്പോൾ തന്നെ അവളുടെ ബോധം നഷ്ടമായി. പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. അവൾക്കും അറിയില്ല. അവളിപ്പോ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നല്ല സുന്ദരമായിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള ഒരു കോട്ടയുടെ ഉള്ളിലെ ഒരു മുറിയിലാണ്. ഒരു പട്ടുമെത്തയിൽ അവളിങ്ങനെ കിടക്കുകയാണ്. അവളുടെ അടുത്തേക്ക് വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ വരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഡ്രാക്കുള തന്നെയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മാന്യമായിട്ട് തന്നെ ഡ്രാക്കുള പറയുകയാണ്, നിങ്ങൾ കാട്ടിൽ ബോധം കെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡ്രാക്കുള ഇപ്പൊ മീനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കോട്ടയുടെ മറ്റൊരു ഭാഗത്ത് ഒരു ഇരുണ്ട മുറി കാണിക്കുകയാണ്. അവിടെ ഇപ്പൊ ഉണ്ടായിരുന്നത് സോറനും അതുപോലെ തന്നെ രക്തരക്ഷസായിട്ടുള്ള ടീനയുമാണ്. ഇപ്പൊ ടീന സോറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അവൾ ഇവിടെ എത്തിയല്ലേ, അവളെ കാണാൻ എങ്ങനെയുണ്ട്? ഈ സമയത്ത് ഈ സോറും പറയാണ്, സുന്ദരിയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടീന ഇപ്പൊ നേരെ ഡ്രാക്കുളയുടെ അടുത്തേക്കും അതുപോലെ തന്നെ മീനയുടെ ആ ഒരു മുറിയിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ഒരു സോഫയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രാക്കുളയും അതുപോലെ തന്നെ മീനയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ലാത്തൊരു വശീകരണ തന്ത്രം തന്നെ ഈ ഡ്രാക്കുളയ്ക്ക് ഉണ്ട്. മീന ഇപ്പൊ അതിൽ പെട്ടുപോയിട്ടുണ്ട്. മീനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, നിന്റെ ഭർത്താവ് ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്, ചില ബുക്കുകൾ വാങ്ങാനായിട്ട് അവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ ഡ്രാക്കുള മീനയോട് സംസാരിക്കുകയാണ് കേട്ടോ. ആ ഒരു സംസാരം എല്ലാം കേട്ട് അതിൽ വീണു പോവുകയാണ് മീന. അവന്റെ വശീകരണത്തിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. അവളിപ്പോ ചുംബിക്കാനായിട്ട് ഡ്രാക്കുള നിൽക്കുന്ന സമയത്ത് വാതിലിന്റെ ഇടയിലൂടെ ഈ ഒരു കാര്യമെല്ലാം നമ്മുടെ രക്തരക്ഷസായിട്ടുള്ള ടീന കാണുന്നുണ്ടായിരുന്നു. അവളിപ്പോ പെട്ടെന്ന് തന്നെ ആ ഒരു വാതിലടച്ച് അവിടുന്ന് പോവാണ്. ആ ഒരു ശബ്ദത്തിൽ മീനയ്ക്ക് സ്വബോധം തിരിച്ചു വരികയാണ്. അവൾ പെട്ടെന്ന് തന്നെ പറയാണ്, എനിക്കിപ്പോ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ആ ഒരു സോഫയിൽ നിന്ന് എണീക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു മുറിയിൽ നിന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ടീന. കാരണം അവളുടെ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. അവളെ സമാധാനിപ്പിക്കാനായിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെ സോറനുണ്ട്. ഇതേ സമയം തന്നെ കുതിരയുമായിട്ട് നമ്മുടെ മീന ഗ്രാമത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു കാഴ്ച വളരെയധികം ദുഃഖത്തോടു കൂടി തന്നെ ഒരു നഷ്ടപ്രണയത്തോടു കൂടി തന്നെ നമ്മുടെ ഡ്രാക്കുളയെ നോക്കുന്നുണ്ട്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് കേട്ടോ. അവളെ ഡ്രാക്കുള ഉപദ്രവിക്കാതിരുന്നതിനും ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് നമുക്ക് ക്ലൈമാക്സിൽ മനസ്സിലാകാം. അങ്ങനെ ഇപ്പൊ മീന വീട്ടിലേക്ക്, അതായത് മേയറുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ചില ആൾക്കൂട്ടങ്ങൾ എന്താണ് പ്രശ്നമെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലച്ഛന്റെ അടുത്ത് ഇപ്പൊ മീന ചോദിക്കുമ്പോൾ ലൂസി അവള് പോയി എന്നുള്ള കാര്യം പള്ളിയിലച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലൂസി കരഞ്ഞുകൊണ്ട് തന്നെ വീടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് ലൂസിയുടെ മൃതദേഹമായിരുന്നു. അതിന്റെ അടുത്ത് നിന്ന് കരയുന്ന മേയറെയായിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ മേയർ ഇപ്പൊ മീനയെ നോക്കുകയാണ്. ലൂസി കിടക്കുന്നത് കണ്ടോ, അവളൊന്നും സംസാരിക്കുന്നില്ലടി, അവളൊന്നും ശ്വസിക്കുന്നില്ലടി, ഒന്ന് വിളിച്ചു നോക്കുക അവളെ. ദയനീയമായിട്ട് തന്നെ ആ ഒരു വൃദ്ധൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ മീന പറയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മറ്റേതോ ലോകത്ത് പോയാലാണ് എനിക്ക് തോന്നിയത്. എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? മേയറിന്റെ അടുത്ത് മീന ചോദിക്കുമ്പോൾ മേയർ ഒന്നും പറയുന്നില്ല. അവള് പിന്നീട് എല്ലാ രഹസ്യങ്ങളും എന്താണെന്ന് അന്ന് അറിയാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അച്ഛന്റെ അടുത്തേക്ക് പോവാണ്. ഫാദറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല. അദ്ദേഹം പറയാണ്, ദയവ് ചെയ്ത് നീ ഈ നാട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ കാര്യങ്ങളൊന്നും നീ എന്റെ അടുത്ത് ചോദിക്കല്ലേ. നിന്റെ സഹായത്തിനായിട്ട് വേണമെങ്കിൽ ഞാൻ ഒരാളെ അങ്ങോട്ട് കയക്കാം. വാൻ ഹെൽസിംഗ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ദയവ് ചെയ്ത് ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടോ നീ ഇനി ഇങ്ങോട്ടേക്ക് വരരുത് എന്നിപ്പോ ഫാദർ പറയുകയാണ്. കാരണം അദ്ദേഹം അത്രത്തോളം ഭയന്നിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവാതെ തന്നെ മീന ഇപ്പൊ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ സമയം തന്നെ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് കാണിക്കാണ്. അവിടെ ഇപ്പോ ഒരു മുറിയുടെ ഉള്ളിലായിട്ട് ആ ഗ്രാമത്തിൽ ഒരുപാട് പേര് കൂടി ചേർന്നിട്ടുണ്ട്. ഒരു കാര്യം തീരുമാനിക്കാനാണ്. കൂട്ടത്തിൽ തന്നെ ആ ഒരു മൊട്ടയുണ്ടായിരുന്നു. അതായത് ഈ നാടിന് ബാധിച്ചിരിക്കുന്ന വിപത്താണ് ആ ഡ്രാക്കുള, ആ കോട്ടയെന്ന് ഇവരെല്ലാവരും സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ വൈകാതെ തന്നെ ഈ ഗ്രാമം പാസ്ബർഗ് ഒരു ശവപ്പറമ്പായി മാറും. ഇപ്പൊ ആ ഒരു മൊട്ട ഈ കാര്യത്തിനെല്ലാം എതിർക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഡ്രാക്കുളയ്ക്ക് എതിരെ തിരിയാനാണോ? അദ്ദേഹത്തിന്റെ ശക്തിയും പവറും എന്താണെന്ന് നിങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ ആ ഗ്രാമത്തിലുള്ള ഓരോരുത്തരും പറയുന്നുണ്ട്. അത് കരുതിയിട്ട് അയാളെ സഹിക്കണമെന്നാണോ നീ പറയുന്നത്? ഇപ്പൊ ആ ഒരു മൊട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡ്രാക്കുള ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയത്താണ് ആ മുറിയിലേക്ക് ഒരുപാട് ഈച്ചകൾ ഇങ്ങനെ വരുന്നത്. അവരിങ്ങനെ അതിശയത്തോടു കൂടെ ആ ഒരു ഈച്ചകളെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന ആ ഈച്ചകളൊക്കെ ഒരുമിച്ച് ചേരുകയാണ്. അത് ഡ്രാക്കുളയായി മാറുകയാണ്. എല്ലാവരും ആകെ അമ്പരന്ന് പോയിട്ടുണ്ട്. അവരെ നോക്കിക്കൊണ്ട് തന്നെ ഡ്രാക്കുള പറയുകയാണ്, നിങ്ങൾക്കപ്പോ എന്നെ കൊല്ലണം,
നശിപ്പിക്കണമല്ലേ, എന്നെ നശിപ്പിക്കണമല്ലേ, വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ആ സൗമ്യതയുടെ പിന്നിൽ ഒരു കൊലവിളി ഉണ്ടായിരിക്കുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പായിരുന്നു. പൊടുന്നതിനെ അത് സംഭവിക്കുകയാണ്. എല്ലാവരും പിച്ചി ചീന്തി കൊന്ന് കീറിക്കളയുകയാണ് ഡ്രാക്കുള, ഒരാളെ ഒഴികെ ആ ഒരു മൊട്ടയെ. കാരണം അത് ഡ്രാക്കുളയുടെ അനുയായി തന്നെയാണ്. മനുഷ്യരിലൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുട്ടയിലൂടെയാണ് ഈ ഡ്രാക്കുള ചെയ്തെടുക്കാറ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് മേയറുടെ വീട്ടിലാണ്. ലൂസി മരിച്ചു പോയതുകൊണ്ട് തന്നെ വല്ലാതെ വിഷമിച്ച് കള്ളു കുടിച്ച് എന്താ പറയുക ബോധം കെട്ട് കിടക്കുകയായിരുന്നു ആ ഒരു മനുഷ്യനെ. അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ വിഷമത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് തന്നെ മീന നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ഒരു മധ്യവയസ്കൻ വന്ന് കയറുന്നത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് വാൻ ഹെൽസിംഗ്. ഇപ്പൊ മീനയോട് ചില കാര്യങ്ങൾ ഈ വാൻ ഹെൽസിംഗ് ചോദിച്ചറിയാണ് എന്താണ് സംഭവിച്ചത്. ഇപ്പൊ മീന പറയുകയാണ് എല്ലാത്തിന്റെയും തുടക്ക കാരണം എന്തോ ഒരു അസുഖമില്ലായ്മയാണ്. ആ സമയത്ത് അവളുടെ കാലിൽ 2 പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു പ്രാണി കടിച്ചതാണ് അവള് പറഞ്ഞത്. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാ കാര്യവും മനസ്സിലാക്കിയ ഒറ്റ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാക്കിയ വാൻ ഹെൽസിംഗ് പറയാണ് മോൾ ഒരു കാര്യം ചെയ്യണം, ദയവ് ചെയ്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങരുത്, വാതിലടച്ച് അവിടെ തന്നെ ഇരുന്നു എന്നപ്പോ മീനയോട് ഈ വാൻ ഹെൽസിംഗ് പറയാണ്. അതിനുശേഷം ഈ വാൻ ഹെൽസിംഗ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയിട്ട്, അതായത് ഈ ഒരു വീട്ടിൽ അദ്ദേഹത്തിന് ഒരുക്കിയ മുറിയിൽ എന്തൊക്കെയോ വസ്തുക്കൾ എടുത്ത് വേഗം പാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എങ്ങോട്ടേക്കോ പോവാണ്. അർദ്ധരാത്രിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു നമ്മുടെ മീന. ഈ കാറ്റും ബഹളൊക്കെ കേട്ടിട്ട് എണീച്ചിട്ട് ജനലൊന്ന് അടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് താഴെ കൂടെ ഒരാൾ നടന്നു പോകുന്നത് കാണുകയാണ്. ആ പോകുന്നത് വാൻ ഹെൽസിംഗ് ആണെന്ന് ഈ മീനക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗൗൺ എടുത്തിട്ട് അവളിപ്പോ വാൻ ഹെൽസിംഗിനെ പിന്തുടർന്ന് പോവാണ്. അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ മീന നോക്കുമ്പോൾ വാൻ ഹെൽസിംഗ് നേരെ പോകുന്നത് ശവപ്പറമ്പിലേക്കായിരുന്നു. അവിടെ തന്നെ ലൂസിയുടെ ആ ഒരു മൃതദേഹം അടക്കിയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് അവിടെ എത്തിയ വാൻ ഹെൽസിംഗ് ലൂസിയുടെ ശവക്കല്ലറ തുറക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ലൂസിയുടെ മൃതദേഹം അപ്പോഴും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പൊ ആ ഒരു വാൻ ഹെൽസിംഗ് ചെയ്യാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് കാര്യം വന്ന് നമ്മുടെ മീന ചോദിക്കുകയാണ്, വാൻ ഹെൽസിംഗ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇപ്പൊ വാൻ ഹെൽസിംഗ് ഞെട്ടിപ്പോയി. മീന നീ എങ്ങനെ ഇവിടെ എത്തി? നിന്റെ അടുത്ത് എങ്ങോട്ടേക്ക് വരരുത്, എന്നെ പിന്തുടരരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത്? ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആരും വരുന്നതായിട്ട് വാൻ ഹെൽസിംഗിന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ഈ മീനയെ കൂട്ടാതെ തന്നെ വാൻ ഹെൽസിംഗ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിന് പിന്നിൽ പോയി ഒളിക്കുകയാണ്. ആരാണ് വരുന്നത് എന്നിപ്പോ മീന ആ ഒരു വാതിൽക്കിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അത് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ലൂസി ആയിരുന്നു. ലൂസിയുടെ കയ്യിൽ ആ സമയത്ത് മരിക്കാറായി കിടക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ലൂസി ഇപ്പോ മീനയെ കാണുകയാണ്. എന്താ പറയാ, സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ പോലെ തന്നെ ഇപ്പൊ ലൂസി സംസാരിക്കുകയാണ്. മീന നീ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെ കാണാതെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മീനക്കാണെങ്കിൽ എന്താ ഭാവം ഉണ്ടാവുക, പേടിച്ച് ഭയന്ന് വിറച്ച് അവളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം മരിച്ചുപോയ ലൂസിയാണ് അവളുടെ മുന്നിൽ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. പെട്ടെന്നാണ് ഈ ലൂസിയുടെ മുന്നിലേക്ക് വാൻ ഹെൽസിംഗ് ചാടി വീഴുന്നത്. വാൻ ഹെൽസിംഗിനെ കണ്ട സമയത്ത് തന്നെ ലൂസി അവളുടെ തനി രൂപത്തിലേക്ക് വരികയാണ്, ഒരു രക്തരക്ഷസായി കൊണ്ട് തന്നെ. വാൻ ഹെൽസിംഗിനെ ഇപ്പൊ ലൂസി തട്ടിത്തെറിപ്പിക്കുകയാണ്. നിലത്ത് വീണെടുക്കുന്ന വാൻ ഹെൽസിംഗിന്റെ അടുത്തേക്ക് ലൂസി പാഞ്ഞു വരുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന കുരിശ് ഉപയോഗിച്ച് അവളുടെ വയറ്റിലേക്ക് കയറ്റുകയാണ് ഇപ്പോൾ വാൻ ഹെൽസിംഗ്. പിന്നീട് അവളുടെ ദേഹത്ത് തീ വെച്ച് കൊടുത്തു. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ലൂസി എന്ന ആ ഒരു രക്തരക്ഷസ് ഉണ്ടല്ലോ പെടഞ്ഞ് കരിഞ്ഞു പോവാണ്. പിന്നീട് ഇവര് രണ്ടുപേരും പോയിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവളുടെ കഴുത്തിലായിട്ട് 2 പല്ലിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മീനയോട് ഈ വാൻ ഹെൽസിംഗ് പറയാണ്, മകള് പോയിക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഒരുവിധം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മനസ്സിലായ മീന ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ കൂട്ടാതെ തന്നെ അവിടുന്ന് തിരിച്ചു പോവാണ്. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ വെച്ച് ആ പെൺകുട്ടിയുടെ കരച്ചില് മീന കേൾക്കുന്നുണ്ട്. കാരണം ആ ചെറിയ പെൺകുട്ടിയാണ്, രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ വാൻ ഹെൽസിംഗ് അവളെ അവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവളും ഒരു രക്തരക്ഷസായി വരും, മനുഷ്യരുടെ ചോര കുടിക്കുന്ന രക്തരക്ഷസായിട്ട് തന്നെ. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. മേയറുടെ വീട്ടിൽ വെച്ചിട്ട് ഈ മീനയോട് കാര്യങ്ങളൊക്കെ ഈ വാൻ ഹെൽസിംഗ് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ കൂട്ടുകാരി ലൂസി അവള് മരിക്കാൻ കാരണമായത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ല, അതൊരു പിശാചാണ്, ഒരു ചെകുത്താനാണ്. അവന്റെ പേരാണ് ഡ്രാക്കുള. ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത് എന്റെ ആശുപത്രിയിൽ വെച്ചാണ്. അതൊരു ഭ്രാന്താശുപത്രി ആയിരുന്നു. അന്നേ ദിവസം എല്ലാ രോഗികളും വല്ലാതെ കിടന്ന് അലറുന്നതായിട്ട് ഞാൻ കണ്ടു. ഇപ്പൊ ഞാനും എന്റെ സഹായം കൂടെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു സെല്ലിൽ ഉണ്ടായിരുന്ന 2 ഭ്രാന്തന്മാരെ കടിച്ചു കീറി കൊന്നു തിന്നുന്ന ഈ മനുഷ്യനെ ഡ്രാക്കുളയാണ് ഞാൻ കണ്ടത്. അവനൊരു രക്തദാഹിയാണ്, കുടിച്ചാലും അതിനോട് ആർത്തി മാറാത്ത ഒരു രക്തരക്ഷസ്. ഈ സമയത്ത് മീന ഞെട്ടിപ്പോയിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ നിങ്ങൾ നേരിടുക? ഈ സമയത്ത് വാൻ ഹെൽസിംഗിന് വലിയ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണുമ്പോളെ നമുക്ക് അവനെ നേരിടാം എന്നൊക്കെയായിരുന്നു വാൻ ഹെൽസിംഗിന്റെ മറുപടി. പൂർണ്ണമായ ഒരു ഉത്തരമല്ലായിരുന്നു അത്. ഈ സമയത്ത് ഡ്രാക്കുളയുടെ കോട്ടയിൽ വല്ലാത്ത രീതിയിൽ തന്നെ അലറി വിളിച്ചുകൊണ്ട് നടക്കാണ് ഡ്രാക്കുള. കാരണം വാൻ ഹെൽസിംഗ് ഈ നാട്ടിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഡ്രാക്കുളക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ സഹായിയായിട്ടുള്ള ഭ്രാന്തനായിട്ടുള്ള സോറനെ വിളിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ടീനയോട് വരാൻ പറ. അങ്ങനെ ഇപ്പൊ ടീന അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ടീന, ഇന്ന് എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം, ഒരു കാര്യം ചെയ്യണം. ഞാൻ ചെയ്യാമെന്ന് ടീനയും പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു വാൻ ഹെൽസിംഗ്. പിന്നിൽ ആരും ഉണ്ടെന്നിപ്പോ ഈ വാൻ ഹെൽസിംഗിന് മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോ ടീന തന്നെയായിരുന്നു. യഥാർത്ഥ ആ ഒരു രക്തരക്ഷസിന്റെ രൂപത്തിലേക്ക് വന്ന ടീന ഇപ്പോ വാൻ ഹെൽസിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ വാൻ ഹെൽസിംഗിന്റെ അടുത്ത് ഈ കുട്ടി രക്ഷസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുക. അവൻ അതിനെ കൊന്നു കളയുകയാണ്, എന്തുപയോഗിച്ച്, കുരിശ് ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ വെണ്ണീറായി പോവുകയാണ് ടീന ഇപ്പോ. അപ്പോൾ തന്നെ ഈ വാൻ ഹെൽസിംഗിന് ഒരു കാര്യം മനസ്സിലായി. അതായത് താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഈ ഡ്രാക്കുളയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇനിയുള്ള കാര്യങ്ങൾ പെട്ടെന്നായിരിക്കണം എന്ന് വാൻ ഹെൽസിംഗ് തീരുമാനിച്ചിട്ടുമുണ്ട്. പിന്നീട് വാൻ ഹെൽസിംഗ് നേരെ ചെല്ലുന്നത് മേയറുടെ വീട്ടിലേക്കാണ്. അതിനു മുന്നേ ആയിട്ട് തന്നെ അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതായത് വാൻ ഹെൽസിംഗിന്റെ നിർദ്ദേശപ്രകാരം ലൂസിയെ ഒരു മുറിയിലാക്കിയിട്ട് അതിന്റെ പുറത്ത് കാവല് നിൽക്കുകയായിരുന്നു മേയർ. കാരണം ആ ഡ്രാക്കുള ഇങ്ങോട്ടേക്ക് വരും മീനെ പിടിക്കാനായിട്ട് തന്നെ. ഈ ഒരു കാര്യം അവനെ അറിയാമായിരുന്നു, അതായത് വാൻ ഹെൽസിംഗിന്. ഇതേ സമയം തന്നെ മുറിയിൽ ഉണ്ടായിരുന്ന മീന പുറത്തു നിന്നും എന്തോ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതായത് മേയറിനെ ഒരു പ്രത്യേക രീതിയിലുള്ള ജന്തു വന്നിട്ട് ക്രൂരമായിട്ട് തന്നെ കടിച്ച് കൊന്നു തിന്നുന്നതായിട്ട്. അവളാകെ ഭയന്ന് വിറച്ചു പോയി. നിമിഷ നേരം കൊണ്ട് തന്നെ അവള് മോഹാലസ്യപ്പെട്ട് നിലത്ത് വീഴുകയാണ്. അവളെ ചെന്ന് പെട്ടെന്ന് പിടിക്കുകയാണ് ഒരാള്. ആരായിരുന്നു അത്? മറ്റാരുമല്ല, ഡ്രാക്കുള പ്രഭു തന്നെയാണ്. ബോധം കെട്ടുപോയ ലൂസിയല്ല മീനിയുമായിട്ട് ഡ്രാക്കുള പ്രഭു എങ്ങോട്ടേക്കോ നടന്നകലുകയാണ്. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വാൻ ഹെൽസിംഗ് അങ്ങോട്ടേക്ക് എത്തുന്നത്. കാര്യം വാൻ ഹെൽസിംഗിന് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. വാൻ ഹെൽസിംഗ് പിന്നീട് വേഗം തന്നെ ചെന്നത് ചർച്ചിലേക്കായിരുന്നു. ഫാദറിന്റെ അടുത്ത് സഹായം ചോദിക്കാനായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്റെ കൂടെ നിങ്ങൾ വരണം എന്നും പറയാണ്. പക്ഷെ ഫാദറിന്റെ മറുപടി എന്തായിരുന്നെന്നോ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്നും പോകണം. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാളും അപ്പുറമാണ് അവന്റെ ശക്തികൾ. നിങ്ങൾ ഇപ്പോ ഒന്ന് പോ എന്നിപ്പോ ഫാദർ പറയുകയാണ് കേട്ടോ. അവൻ വരില്ല എന്ന് മനസ്സിലാക്കിയ വാൻ ഹെൽസിംഗ് അവിടുന്ന് തിരിച്ചു പോകണം. ആ സമയത്ത് ഫാദർ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, വാൻ ഹെൽസിംഗ് ഇതൊരിക്കലും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങില്ല. അവൻ മറ്റൊരു പിശാചാണ്, ഒരു ചെകുത്താനാണ്. പക്ഷെ അതൊന്നും കേൾക്കാൻ വാൻ ഹെൽസിംഗ് തയ്യാറായില്ല. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് കുറച്ച് ബുള്ളറ്റുകൾ ഉണ്ടാക്കുകയാണ്, ഈയം ഉരുക്കിക്കൊണ്ട്. പിന്നീട് ആ ബുള്ളറ്റുകളെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അതെല്ലാം ചതച്ച് അതിന്റെ നീരിലിട്ട് മുക്കിയെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഫാദർ പള്ളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ദൈവമേ എനിക്ക് ശക്തിതാ, മനസ്സിന് ധൈര്യം താ, അവനോടുള്ള ഭയത്തെ ഒന്ന് അകറ്റി തരുമോ. ഇതേ സമയം തന്നെ ഡ്രാക്കുള കോട്ടയിലേക്ക് മീനിയമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നിലത്ത് കിടന്നിരുന്ന ഈ സോറൻ ചോദിക്കുന്നുണ്ട്, മാസ്റ്റർ അവൾ എത്തിയിട്ടില്ല, ടീന എത്തിയിട്ടില്ല. ഈ സമയത്ത് ഡ്രാക്കുള ഈ സോറന്റെ അടുത്ത് പറയാണ്, ടീന ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കാര്യം മനസ്സിലാക്കിയ സോറൻ ആ തറയിൽ കിടന്നുകൊണ്ട് തന്നെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഇതേ സമയം തന്നെ ഡ്രാക്കുള മീനെ അവന്റെ ആ ഒരു പട്ടുമെത്തയിൽ കൊണ്ടേ കെടുത്തിയിട്ടുണ്ട്. അവൾക്ക് ഇപ്പൊ ബോധം വരികയാണ്. പക്ഷെ അവൾ ഭയന്ന് വിറക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം അവളിപ്പോ എന്തിലാണ്? ഡ്രാക്കുളയുടെ ആ ഒരു വശീകരണ വലയത്തിലാണ്, ഒരു പ്രത്യേകതരം ഉന്മാദാവസ്ഥയിലാണ്. ഇപ്പൊ അവൾ എഴുന്നേറ്റിരിക്കുകയാണ് ആ ഒരു കട്ടില്. ഡ്രാക്കുള ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി തുറന്നുകൊണ്ട് അതിൽ നിന്നും ഒരു വസ്ത്രം എടുത്തിട്ട് ഈ മീനെ നോക്കിയിട്ട് പറയാണ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? എന്റെ ഭാര്യ അവള് മരിച്ച ആണ്ട് ദിവസമാണെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മീനയെ വശീകരിച്ച് അവന്റെ ഉള്ളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രാക്കുള. ഇതേ സമയം തന്നെ കോട്ടയുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വാൻ ഹെൽസിംഗ് ആയിരുന്നു. ആ കാട്ടിലൂടെ വാൻ ഹെൽസിംഗ് വരുമ്പോൾ അദ്ദേഹത്തെ ആരോ വിളിക്കുന്നുണ്ട്, വാൻ ഹെൽസിംഗ് നിങ്ങൾ അവിടെ നിൽക്ക്, ഞാനും ഉണ്ടെന്ന്. വാൻ ഹെൽസിംഗ് നോക്കുമ്പോൾ ആ ഒരു ഫാദർ ആയിരുന്നു. ആ ഫാദർ പറയുകയാണ്, മരണമെങ്കിൽ മരണം, അവനെ നേരിടാൻ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാണ്. ഇപ്പൊ വാൻ ഹെൽസിംഗിന് ഒരു ധൈര്യമായിട്ടുണ്ട്. രണ്ടുപേരും നേരെ ആ ഒരു കോട്ടയിലേക്ക് പോവുകയാണ്. ഇതേ സമയം കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനയും ഡ്രാക്കുളയും. പൂർണ്ണമായിട്ടും ഡ്രാക്കുളയുടെ ആ ഒരു വലയത്തിൽ അവള് വീണ് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഡ്രാക്കുള സെന്റി അടിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ജീവിക്കുന്നുണ്ട്, ഞാനൊരു രക്തരക്ഷസാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്റെ വിഷമങ്ങൾ അത് ആർക്കും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, ഏകനാണ്, എനിക്ക് ആരുമില്ല. ഈ ഒരു കാര്യമൊക്കെ കേട്ട സമയത്ത് മീനക്ക് സങ്കടാവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാനില്ലേ, ഞാൻ നിങ്ങളുടേതാണ്, എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ട് മീൻ ഇപ്പൊ അവളുടെ മുടിയെല്ലാം മാറ്റി കൊടുക്കുകയാണ്. അവളുടെ കഴുത്ത് നീട്ടി കൊടുക്കുകയാണ്, കടിക്കാനായിട്ട്, ചോര കുടിക്കാനായിട്ട്. ഇപ്പൊ ഡ്രാക്കുള പറയുകയാണ്, മീന അതിനുള്ള സമയമായിട്ടില്ല, കുറച്ച് സമയം കൂടെ കഴിയട്ടെ, ഞാൻ നിന്നെ എന്നിലേക്ക് പൂർണ്ണമായിട്ടും അടുപ്പിക്കും. ഇതേ സമയം തന്നെ ആ കോട്ടയുടെ ഏറ്റവും അടിഭാഗത്തേക്ക് നമ്മുടെ വാൻ ഹെൽസിംഗും ഫാദറും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ശവപ്പെട്ടി കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരത് തുറന്നു നോക്കി. അപ്പൊ ആ ഒരു ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത് മീനയുടെ ഭർത്താവായിട്ടുള്ള ജൊനാഥന്റെ മൃതദേഹമായിരുന്നു. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുകയാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ അവൻ പെരുമാറി. പക്ഷെ വാൻ ഹെൽസിംഗിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ശക്തി അവന്റെ യഥാർത്ഥ രൂപത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു രക്തരക്ഷസായി മാറുകയാണ് ജൊനാഥൻ. ഇപ്പോ നിമിഷ നേരം കൊണ്ട് തന്നെ ജൊനാഥന്റെ നെഞ്ചിലേക്ക് ഒരു കുരിശങ്ങ് കുത്തി കയറ്റി ഈ വാൻ ഹെൽസിംഗ്. പെട്ടെന്ന് തന്നെ അവൻ നശിച്ച് വെണ്ണീറായി പോവുകയാണ്. കോട്ടയുടെ മുകളിലേക്ക് ഇപ്പോ ഈ ഫാദറും അതുപോലെ തന്നെ വാൻ ഹെൽസിംഗും ചെന്ന് കയറുന്നുണ്ട്. പൊടുന്നനെ ഈ ഫാദറിന്റെ അടുത്തേക്ക് ആരോ ഒരാൾ ഓടി വരികയാണ്. അതാ സോറനായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഒരുപാട് തവണ ഫാദറിനെ അവൻ കുത്തിയാണ്. പിന്നീട് കത്തിയുമായിട്ട് വാൻ ഹെൽസിംഗിന്റെ അടുത്തേക്ക് ഈ സോറൻ വരികയാണ്. ടീനെ നിങ്ങൾ കൊന്നു കളഞ്ഞല്ലേ? ഈ സമയത്ത് വാൻ ഹെൽസിംഗ് പറയുന്നുണ്ടായിരുന്നു, എടാ വിഡ്ഢി, അതൊരു രക്തരക്ഷസാണ്, ചെകുത്താനാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ സോറൻ പറയുകയാണ്, അവള് നിങ്ങൾക്ക് ചെകുത്താനായിരിക്കും, പക്ഷെ അവൾ എന്റെ മനസ്സിൽ മാലാഖയായിരുന്നു, എന്റെ ഏഞ്ചലായിരുന്നു അവള്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വാൻ ഹെൽസിംഗ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഈ സോറന്റെ കഴുത്തറുത്ത് കൊന്നു കളയുകയാണ്. പിന്നീട് ഫാദറിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫാദർ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ധീരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ ആ ഫാദർ. പിന്നീട് ഈ വാൻ ഹെൽസിംഗ് കോട്ടയുടെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് കോട്ടയുടെ പുറത്തു ഭാഗത്തായിട്ട് ഒരു ശവക്കല്ലറയുടെ അടുത്തായിട്ട് നിൽക്കുന്ന ഡ്രാക്കുളയും അതുപോലെ തന്നെ മീനയുമായിരുന്നു. ഇപ്പൊ അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ രണ്ടുപേരും ഇപ്പൊ നിൽക്കുന്ന ആ ഒരു ശവക്കല്ലറയുണ്ടല്ലോ, അതിന്റെ പുറത്തായിട്ട് ഒരു പെൺകുട്ടിയുടെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. ആ പ്രതിമയുടെ ആ ഒരു മുഖത്തിന് നമ്മുടെ മീനയുടെ അതേ രൂപം തന്നെയായിരുന്നു. ഇപ്പൊ ഡ്രാക്കുള പറയുകയാണ്, ഇതെന്റെ ഭാര്യയാണ് മീന, നീ അവളുടെ പുനർജന്മമാണ്. ലൂസിയെ രമിക്കാനായിട്ട് അവളുടെ വീട്ടിൽ വന്ന സമയത്ത് ചുമരിൽ ജൊനാഥന്റെയും നിന്റെയും ഫോട്ടോ ഞാൻ കണ്ടു. അന്ന് ഞാൻ പദ്ധതി ചെയ്തതാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് തന്നെ. നീ എന്റെ ഭാര്യയുടെ പുനർജന്മമാണ് മീന, നീ എന്റേതാണ് മീന,
ഇപ്പൊ മീനയും അവനിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അവന്റെ രക്തം കുടിക്കാനായിട്ട് തന്നെ ഡ്രാക്കുള തയ്യാറായി നിൽക്കുമ്പോൾ ഈ ഡ്രാക്കുളയുടെ പിന്നിലൂടെ ആര് വന്ന് അവനെ അടിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് വാൻ ഹെൽസിംഗ് ആയിരുന്നു. അവന്റെ പിന്നിലേക്കായിട്ട്, അതായത് ഡ്രാക്കുളയുടെ പിന്നിലേക്കായിട്ട് ഇപ്പൊ മീന നിൽക്കുകയാണ്. മീന പറഞ്ഞു, എനിക്ക് വേണ്ടി അവനെ കൊന്നുകള ഡ്രാക്കുള എന്നിപ്പോ വാൻ ഹെൽസിംഗിനെ നോക്കിയിട്ട് മീന പറയുകയാണ്. എന്താലേ എത്രത്തോളം അവളുടെ ആ ഒരു മനസ്സ് മാറിയിരിക്കുന്നു. ഇപ്പൊ വാൻ ഹെൽസിംഗിനെ തട്ടി തെറിപ്പിക്കുകയാണ് ഡ്രാക്കുള. കയ്യിലുണ്ടായത് ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഡ്രാക്കുളയെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഒരു ഗണ്ണും തട്ടി തെറിപ്പിച്ച് കളയാണ്. ആര്? ഡ്രാക്കുള തന്നെ. പക്ഷെ ആ ഒരു ഗണ്ണ് ചെന്ന് വീണത് മീനയുടെ അരികിലായിരുന്നു. ഈ സമയത്ത് മീനയിൽ നിന്നും ഡ്രാക്കുള കുറച്ച് ദൂരം മുന്നോട്ടേക്ക് വന്നിരുന്നു ഈ വാൻ ഹെൽസിംഗിനെ കൊല്ലാനായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു വശീകരണ വലയിൽ നിന്നും അവളൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ വാൻ ഹെൽസിംഗ് പറയുകയാണ്, മീന ഒന്നും നോക്കല്ലേ, ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഇവനെ ഷൂട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ ഒരു സംശയത്തോടു കൂടി തന്നെ മീന ആ ഒരു ഗണ്ണ് അവളുടെ കയ്യിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഒന്നും നോക്കാതെ ഈ ഡ്രാക്കുളയുടെ നെഞ്ചിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. അവന്റെ ദേഹത്തേക്ക് ആ ഒരു ബുള്ളറ്റ് കയറിയ വേദന മാത്രമായിരുന്നില്ല ഡ്രാക്കുളയ്ക്ക് അപ്പോഴുണ്ടായിരുന്നത്, ആ ഒരു പ്രണയം. അവൻ ഒരുപാട് സ്നേഹിച്ച മീന, അവളാണ് ഇപ്പൊ അവന് നേരെ ഷൂട്ട് ചെയ്തത്. അവനിപ്പോ അവന്റെ കോട്ടുകളെ കഴിക്കുകയാണ് കേട്ടോ. അവന്റെ മജ്ജയും മാംസയും വല്ലാത്ത രീതിയിൽ അഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പതിയെ പൂർണ്ണമായിട്ടും ഡ്രാക്കുള അലറി വിളിച്ചുകൊണ്ട് തന്നെ ചാരമായി മാറുകയാണ്. പിന്നീട് വളരെയധികം ദുഃഖത്തോടു കൂടി തന്നെ ഈ മീനയും അതുപോലെ തന്നെ ഈ വാൻ ഹെൽസിംഗും ആ ഒരു ശവപ്പറമ്പിൽ നിന്നും തിരിച്ചു പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ആ ഒരു ശവപ്പറമ്പിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രാക്കുളയുടെ വെണ്ണീരുണ്ടല്ലോ, അതെല്ലാം കൂടി ചേരുകയാണ്, ഒരു ചെന്നായുടെ രൂപമായി മാറുകയാണ്. അത് പിന്നീട് കാട്ടിലൂടെ മറ്റെങ്ങോട്ടേക്കോ പറന്നു പോവുകയാണ്. ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.